You wait there, I'm coming. ഈ റിച്ചി നെടുങ്ങാടൻ ഏത് അപ്പാർട്ട്മെന്റില്? 7B ലാ. എന്തിനാ? ഒന്ന് കാണാന്. റിച്ചി സാറല്ലേ ആ പോന്നെ? റിച്ചി. യെസ്. അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളാരാ? അനിൽ തോമസും മുകുന്ദനും എവിടെ? എന്നതിനാ? പറഞ്ഞാലേ പറയൂ. ഓ, അവന്മാരൊക്കെ പല സ്ഥലത്താ. ഒത്തിരി ബുദ്ധിമുട്ടാന്നേ കണ്ടുപിടിക്കാൻ. ഒത്തിരി ഞാനങ്ങ് ബുദ്ധിമുട്ടിക്കൊള്ളാം. ഇയാള് വണ്ടിയിലോട്ട് കയറും. നിങ്ങളാരാ? ഓ, ഐ എം സോറി. എനിക്ക് അത്യാവശ്യമായിട്ട് വണ്ടിയിലോട്ട് കയറോ? പ്രദീപിനെ കുറിച്ച് എന്തേലും കേട്ടിട്ട് 4 വർഷത്തോളമായി സർ. അവനിപ്പോ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല സർ. മൈഥിലി മരിച്ചപ്പോ നിങ്ങളൊക്കെ പോയിരുന്നു? ഞാനും മുകുന്ദനും പോയിരുന്നു. താൻ പോയില്ലേ? ഇല്ല സർ, എനിക്കതൊക്കെ കാണാൻ വലിയ പേടിയാ. ഏതൊക്കെ കാണാൻ? ചോദിച്ചത് കേട്ടില്ലേ? ഏതൊക്കെ കാണാൻ? അങ്ങനത്തെ ഡെത്തൊക്കെ കാണാൻ. എങ്ങനത്തെ ഡെത്തൊക്കെ കാണാൻ? മൈഥിലി എന്തോ കണ്ടു പേടിച്ചു വീണ്. നിന്നോടാരാ ചോദിച്ചത്? നീ ആളത്ര ശരിയല്ലോടാ മോനെ. ഞാൻ സത്യമാണ് പറഞ്ഞത് സർ. നിങ്ങൾ പ്രദീപിനൊപ്പമാണോ പോയത്? പ്രദീപ് വന്നില്ല സർ. കാരണം? അവന് തീരെ സുഖമില്ലായിരുന്നു. എന്നിട്ടും അവൻ വാശി പിടിച്ചു ഒപ്പം വരാൻ. ഞങ്ങളാണ് നിർബന്ധിച്ച് അവനോട് വരണ്ടെന്ന്. ആ അവസ്ഥയിൽ അവൻ വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാവും സർ. ഇത്രയൊക്കെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ 4 വർഷമായിട്ട് എവിടെയാണെന്ന് അറിയില്ലല്ലേ? സത്യം അറിയില്ല സർ. ഇന്നല്ലെങ്കിൽ നാളെ പ്രദീപിനെ ഞങ്ങൾ കണ്ടുപിടിക്കും. പിന്നീട് ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും മാറ്റി പറയേണ്ടി വന്നാൽ തീരുമാനിച്ചോ, യു ആർ ബുക്ക്ഡ്. പ്രദീപ് എവിടെയാണെന്ന് അവന്റെ അച്ഛൻ അറിയാം സർ. വെച്ചോളൂ. ഹലോ, വിക്രം സാറോ? കർത്താവ്, ഇത് എപ്പോ എത്തി? ഇപ്പൊ എവിടെ ഉണ്ട് സാറ്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ പുലിക്കോട്ടിൽ. ഞാൻ ജോർജ് സി നായരി. ഇതെന്റെ ഭാര്യ എലിസബത്ത്. പള്ളിയിലിരിക്കുന്ന അച്ഛനകത്തേക്ക് വന്നാട്ടെ. സൂക്ഷിച്ച്. ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ്, ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം. അച്ഛനിരിക്കും. ഞാൻ ഇരിക്കാം. ഒരു അഖിലേന്ത്യാ സംവിധാനമാണ്. നേരിട്ട് പോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടിൽ അതിന്റെ ചുമതലക്കാരൻ. മിസ്റ്റർ ജോർജ് സി നായരുടെ ഇടത് കൈ ഏതാ? അപ്പൊ ഇത് വലത് കൈ. ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത്. എന്തൊരു രചനാ പാടവം കുഞ്ഞാടെ. അയ്യോ, അതൊന്നും അച്ചായൻ എഴുതിയതല്ല അല്ലേ അച്ചായ? മനസ്സിലായി. ആദ്യം ആരെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ. കഷ്ടപ്പെട്ട് ഒരുപാട് എഴുതിയ കൈ. ഞാനൊന്ന് മുത്തിക്കോട്ടെ. ഓ, വീണ്ടും ഇടത് കൈ. കർത്താവേ, ഇനി എന്നാണാവോ സ്വന്തം പേരിൽ 4 അക്ഷരം എഴുതി 4 അറിയാൻ? കാൽവരിയിലെ സംഗീതം, പുണ്യസ്പർശം എല്ലാം ജോർജ് സി നായർ എഴുതിയത്. നാഥ, നിന്റെ വരവിനായി ജെറുസലേം വിളിക്കുന്നു. വൈഭവം, എന്തൊരു വൈഭവം വേണം ഇങ്ങനെ എഴുതാൻ. ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെ എഴുതില്ല. അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ
കർത്താവിൽ ആകൃഷ്ടനായി സത്യവിശ്വാസിയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ. കുഞ്ഞാടെ, നീ ഒരു ജീനിയസ് ആകുന്നു. അച്ഛനെന്നെ വല്ലാതെ പുകഴ്ത്തുന്നു. പുകഴ്ത്തും. യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴ്ത്തുന്നത്. ഇനിയും പുകഴ്ത്തും. ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് സി നായരെ തേടി വരികയില്ല. ഫെലോഷിപ്പ് വരെ വരും. ഉവ്വ്, അതിനെ പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ മണിയറയിലെ കൊലപാതകം. ഡിക്റ്റേറ്റീവാ. അർദ്ധരാത്രിയല്ല, ആദ്യ രാത്രി. രണ്ടും ഒന്ന് തന്നെയാ. രാത്രിയല്ലേ? ഇടിപറ്റിയവനെ പാമ്പ് കടി. ഈശോയെ, എപ്പോ? ഇതൊരു ട്രൂ സ്റ്റോറിയാ. ഓഹോ. നേരും നെറിവും പിന്നെ ഞാനും. അത് ആത്മകഥാ പഠനം. കരുണൻ എവിടെ? അച്ഛൻ അറിയില്ല. അയ്യോ, അതൊരു യാത്രാ വിവരണമാണ്. ഓഹോ. കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. എനിക്കും. ആരാത്? അകത്തിട്ടടച്ച മുട്ടനാടേതാ? അത് ഏലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്തൊരു വല്യപ്പന. ഏലിയമ്മേ, ഓ, തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ. ആരാ തോമസ് കുട്ടി? തോമസ് കുട്ടി ഇവിടുത്തെ MP അല്ലയോ? ദേ, ഈ പുസ്തകങ്ങളൊക്കെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ. എന്നിട്ടും ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ? ശ്ശോ, എന്താ ഇതിന്റെ പേര്? ആന, പിണ്ടം. എന്റെ നാക്കിന്റെ അകത്തിരിക്കുന്നു. പിണ്ടമോ? ഈ എംടിക്കും തകഴിക്കും കിട്ടിയിട്ടുള്ള സാധനം. ജ്ഞാനപീഠം. അത് തന്നെ, അത് തന്നെ. അതൊരെണ്ണം സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അച്ഛനല്ല, ജോർജ് സി നായർ പറഞ്ഞു വേണ്ടാന്ന്. അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും. ഇപ്പോഴും അതിച്ചിരി കൂടുതലാ. മറ്റേ തോമസ് കുട്ടി വിട്ടില്ല അച്ഛോ. 10 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷയായി ഡൽഹിക്ക് പോയിരിക്കുക. നേരോ? ഭാഗ്യവാൻ. അതങ്ങ് ഡൽഹി കിട്ടിയിട്ട് വേണം മറക്കിട്ടെടുക്കാൻ. ഉടനെ കിട്ടും. ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ചിലതൊക്കെ തരാൻ കുഞ്ഞാടെ. അതിന് ആപ്ലിക്കേഷൻ വേണ്ടേ? അല്പ കോംപ്ലിക്കേഷൻ ആവും. ജോർജിനും ഫാമിലിക്കും സ്വീകരണം, തുടർന്ന് ആദരിക്കൽ, പിന്നെ പ്രത്യേകം ചില സമ്മാനങ്ങളും. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ. നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത്. ഇഷ്ടം. ജോർജിന്റെയും പെമ്പിളയുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം. എന്താ ഒരാലോചന? മനസ്സിലായി, മനസ്സിലായി. ഡേറ്റ്, സമയവും സ്ഥലവും ഒക്കെ പുറകെ അറിയിക്കാം. അതല്ല, പിന്നെ ഞാനും ഇവളും വരാം. മക്കള് വരണം. അതല്ലേ അതിന്റെ മര്യാദ. അതല്ല പ്രശ്നം. ഒരു മകനുള്ളത് അങ്ങ് അമേരിക്കല. ഇവിടെ ഇല്ല. അമേരിക്കയിലാണല്ലേ? അതെ. എന്നാ ശരി, ആള് വേണ്ട. ഒരു ഫോട്ടോ മതി. മോൻ അവിടെ എന്ത് ചെയ്യുന്നു? പഠിത്തമാണോ, ജോലിയാണോ, അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുവാണോ? എന്താന്ന് വെച്ചാ അത് ഒരു കുടുംബത്തിന്റെ ബയോഡാറ്റ ആവുമ്പോ ഇതൊക്കെ വേണമല്ലോ. മകനെ ഒഴിവാക്കണം അച്ഛോ. അതെന്താ, വല്ല പ്രശ്നമുണ്ടോ കുഞ്ഞാടെ? ഉണ്ട്. അവൻ എന്റെ ആദ്യ ഭാര്യയിലുള്ളതാ. ഞാൻ മതം മാറി, പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല. മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേറ്റില്ലെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ കൊറേ കാലായി അപ്പച്ചനും മോനും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ല. ഇല്ല. സത്യം പറഞ്ഞ അവൻ എവിടെയാണെന്ന് പോലെ എനിക്കറിയില്ല. നേരത്തെ അമേരിക്കയിലാണെന്ന് പറഞ്ഞത്. അതെ, വേറെ ആരോ പറഞ്ഞു കേട്ടതാ. ഞങ്ങളുടെ ഫോട്ടോ മതിയെങ്കിൽ തരാ അച്ഛോ. അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാ. മതി, എനിക്ക് ഇത്രയും മതി. കലക്കി. താങ്ക് യു സർ. മേമന നമ്പൂരിയെ പോലെ തന്നെ പുലിക്കോട്ടിൽ അച്ഛനും കലക്കി. വിക്രമന് ഏത് വേഷവും ചേരും സർ. പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല സർ. അതെന്താ? മകന്റെ കാര്യത്തിൽ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? ഇതാ ഇപ്പൊ നന്നായേ. നല്ല ഒന്നാന്തരം കെണി ഒരുക്കി വെച്ചിട്ടല്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ. മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ്. പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ്. പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്നറിയില്ല, മകൻ എന്താണ് ജോലി എന്നറിയില്ല, മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ. അതൊക്കെ വെറും നുണയാണ് സർ. ജോർജ് സി നായർ നുണ പറയണം. പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിലാണെന്നുള്ള കാര്യം, അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം, എന്താണ് ജോലി എന്നുള്ള കാര്യം, മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള കാര്യം, ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ശരിയാ, ഒന്നാം തരം കെണിയാ. താമസിയാതെ ജോർജ് സി നായരെ നമുക്ക് വീണ്ടും കാണണം. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യണം. ഹലോ, നമസ്കാരം.
പ്രൊപ്പറേറ്റർ അല്ലേ? അതെ. ജോർജ് സി നായർ. അതെ. അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട്. KSRTC അല്ലേ? ടെൻഡർ കൊട്ടേഷൻ എല്ലാം നമുക്ക് പറയാം. ആ, മുകളിലേക്ക് ഇരിക്കാം. പറ, പ്രദീപ് ഇപ്പോൾ എവിടെയുണ്ട്? ആ ചോദിച്ച കേട്ടില്ലേ? ആ ഈ ആയുടെ അർത്ഥം എന്താ? അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ? അറിയില്ല. മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ? എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞാടെ? ഇതെവിടെ നിന്ന് വന്ന ഈ ശബ്ദം? എവിടെയോ കേട്ടത് പോലുണ്ടല്ലോ. സാറ് വല്ലതും കേട്ടോ? ഇല്ലല്ലോ. തോന്നിയതായിരിക്കും. കുഞ്ഞാടേ എന്ന് ഞാൻ കേട്ടതല്ലേ? അതൊക്കെ ചിലപ്പോ കേൾക്കും, ഞാനും കേട്ടിട്ടുണ്ട്. ഈ പ്ലാമറ്റം സെയിന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് സാർ അറിയോ? പള്ളി എന്റെ ഇടവകയാ. എന്നെ മാമോദീസ മുക്കിയത് അവിടെയാ. എന്നാലും ആ ശബ്ദം കുഞ്ഞാടേ. മകന്റെ മാമോദീസ അവിടെ അല്ലായിരുന്നു? അതെ. നിങ്ങൾ ആരുടെ മാമോദീസ കാര്യം ചോദിച്ചത്? ബെഞ്ചമിൻ സി നായർ. മകന്റെ പേരിപ്പോ അതല്ലേ? ആ പള്ളിയിലെ വികാരിയച്ഛനെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. ഏകദേശം 4 വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദിസ അവിടെ വെച്ച് നടന്നു. മാറ്റപ്പേര് ബെഞ്ചമിൻ, പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ. നിങ്ങൾ മുൻകൈയെടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത്, ശരിയല്ലേ? കുഞ്ഞാട് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? ഞാൻ മതം മാറി, അവൻ മതം മാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെണ്ണുപിള്ള എന്നോട് പറഞ്ഞേ? കുഞ്ഞാടേ കള്ളപ്പാതിരി, കുഞ്ഞാടേ, നീ എനിക്ക് പണി തരാൻ വന്നതാ. എന്റെ മകനെ ഞാൻ മതം മാറ്റും, ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും. അത് എന്റെ സൗകര്യ. CBI എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ച് മാന്യത ഉണ്ടാവുമെന്ന് കരുതി എല്ലാവരും കൂടി ചേർന്ന് പിരിവിനിറങ്ങിയൊക്കെയാണല്ലേ. 10 പൈസ ഞാൻ തരില്ലടാ. മതി. പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല. അവന് നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞ 4 വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറില്ലെന്ന് ശടിച്ച് അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി. അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന നിങ്ങൾ. ഒരുപാട് മിസ്റ്ററി ഉണ്ട് മിസ്റ്റർ ഇതിലൊക്കെ. അവനിപ്പം ഭൂമിക്ക് അടിയിലാണോന്ന് പോലും നാട്ടുകാർക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് സംശയമുണ്ടോ? 10 ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും, കഥയും മാറും. പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടു? ന്യൂഡൽഹി സിനിമയില്. എങ്കിൽ ഇനി നേരിട്ട് കാണേണ്ടി വരും, കിടക്കേണ്ടിയും വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മകനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ഇമ്പോർട്ട് ചെയ്തേക്ക്. മറ്റു മാർഗമൊന്നും ഉണ്ടായില്ല. അതാ വരാൻ നിർബന്ധിച്ചത്. ഞാനത് ചെയ്തില്ലെങ്കിൽ അവർ എംബസി വഴി അത് ചെയ്യും. അത് കൂടുതൽ വഷളാവുകയുള്ളൂ. വളരെ സീരിയസ് ആണോ? സീരിയസ് ആവുന്നതും ആകാതിരിക്കുന്നതും നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. CBI കാണുന്നതിന് മുമ്പ് നമ്മുടെ വക്കീലിനെ ഒന്ന് കാണണം, ഒരു കോച്ചിങ്. എന്ത് തോന്നിയ സാറേ കാണിക്കുന്നത്? ഇത്രയും നേരം മകൻ അപ്പൻ്റെ കൂടെ യാത്ര ചെയ്തില്ലേ? ഇനിയുള്ള യാത്ര ഞങ്ങളോടൊപ്പം. കോച്ചിങ്ങും വാഷിങ്ങും കഴിഞ്ഞ് ഞങ്ങളുടെ കിട്ടിയിട്ട് കാര്യമില്ല. കിട്ടുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടണം. ദാ ഇതുപോലെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോർജ് നായരെ, ഇവനെ ഞങ്ങള് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ. മതിയോ? അമ്മയും ഗുരുവായൂരപ്പനും കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി? എങ്ങനെ ബെഞ്ചമിൻ സി നായരായി? ആരോടും പറയാതെ അമേരിക്കക്ക് രക്ഷപ്പെട്ടത് എന്തിന്? അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ജോർജ് സി നായർ എന്തിനാ പല നുണകളും പറഞ്ഞത്? മൈഥിലി മരിച്ച ദിവസം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു മിസ്റ്റർ ബെഞ്ചമിൻ സി നായർ? ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ? താൻ അന്ന് രാത്രി അണിമംഗലത്ത് പോയില്ലേ? താൻ മൈഥിലിയെ കണ്ടില്ലേ? ഇല്ല. പോയിരുന്നു, പക്ഷേ മൈഥിലിയെ കണ്ടില്ല. അതെന്താ? പല പ്രാവശ്യം ഞാൻ മൈഥിലി വിളിച്ചപ്പോഴും അവള് വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പോയി.
അത് തെറ്റായിപ്പോയി സാർ, വലിയ തെറ്റായിപ്പോയി. ചേട്ടാ, ഈ അണിമംഗലം വീട് എവിടെയാണ്? ഞാനാരാ ഈ അസമയത്ത് അവിടെ ആരെ കാണാനാ? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. അവിടെ ആരാ തന്റെ ഫ്രണ്ട്? എന്റെ ഇപ്പൊ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയാ. തന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ അവിടെ ഇല്ലല്ലോ. പെൺകുട്ടിയാ, മൈഥിലി. പെൺകുട്ടിയോ? വേഗം സ്ഥലം വിട്ടോ. അർദ്ധരാത്രിയിലാണോ പെൺകുട്ടിയെ കാണാൻ വരുന്നത്? ഒന്നും പറയണ്ട, വേഗം തിരിച്ചു പോയിക്കോ. ഇല്ലെങ്കിൽ ഞാനിപ്പോ ആളെ വിളിച്ചു കൂട്ടും. പിന്നെ പോകുന്നതേ ആംബുലൻസിലായിരിക്കും. വിട്ടോ.